നമസ്കാരം. ഏവർക്കും വൈകുന്നേരം 6 മണിക്കുള്ള പോസ്റ്റ് മാർക്കറ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. അങ്ങനെ തുടർച്ചയായി രണ്ടാം ദിനവും ഇന്ന് നമ്മുടെ മാർക്കറ്റ് നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായി. ബാങ്ക് നിഫ്റ്റിക്ക് പക്ഷെ ഇന്ന് പോസിറ്റീവായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചു. തത്സമയം സെൻസെക്സും നിഫ്റ്റിയും ഫിൻനിഫ്റ്റിയൊക്കെ സ്ലൈറ്റ്ലി നെഗറ്റീവായിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇന്ന് മാർക്കറ്റിൽ ഒരു റിക്കവറി കാണുവാനായിട്ട് സാധിച്ചെങ്കിൽ കൂടിയും അത് നിലനിർത്തുവാൻ ഇന്ന് സാധിച്ചില്ല. അവിടെ നിന്നും മാർക്കറ്റ് ഫോൾ ആകുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കാണുവാനായിട്ട് സാധിച്ചത്. നിഫ്റ്റി ഇന്ന് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങോട് കൂടിയിട്ടാണ് ഓപ്പൺ ആയതെങ്കിൽ കൂടിയും അരമണിക്കൂർ കൊണ്ട് തന്നെ ഡേ ഹൈ ടച്ച് ചെയ്യുകയുണ്ടായി. നിഫ്റ്റി ഇന്ന് 24,947 എന്ന റേഞ്ചിൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്തു. 24,750 എന്ന നിലയിലാണ് നിഫ്റ്റി ഇന്ന് സപ്പോർട്ട് എടുത്തത്. ഇന്ന് 10 മണിക്ക് മുന്നേ തന്നെ നിഫ്റ്റി അതിന്റെ ഡേ ഹൈയിൽ ടച്ച് ചെയ്തുവെങ്കിൽ കൂടിയും പിന്നെ അവിടെ നിന്ന് ഒരു ഫോൾ ആണ് കാണുവാനായിട്ട് സാധിച്ചത്. അതിനുശേഷം ഇന്നത്തെ ട്രേഡിംഗ് ടൈമിന്റെ ഭൂരിഭാഗ സമയത്തും നിഫ്റ്റി ഒരു കൺസോളിഡേഷൻ ഫേസിലാണ് കാണുവാൻ സാധിച്ചത്. 24,750 24,850 ഇടയിലാണ് ഇന്ന് നിഫ്റ്റി കുറെ നേരം കൺസോളിഡേറ്റഡ് ആയിട്ട് നിന്നത്. സെക്ടോറിയൽ ഫ്രണ്ട് നോക്കുമ്പോൾ ഓട്ടോയും പ്രൈവറ്റ് ബാങ്കും കൺസ്യൂമർ ഡ്യൂറബിൾസും ഇന്ന് നേട്ടം കൈവരിക്കുകയുണ്ടായി. തത്സമയം മറ്റെല്ലാ ഇൻഡസ്ട്രീസും ഇൻക്ലൂഡിംഗ് IT, മീഡിയ, മെറ്റൽ, ഓയിൽ, ഗ്യാസ്, റിയാലിറ്റി ഇതിലൊക്കെ നഷ്ടമാണ് കാണുവാനായിട്ട് സാധിച്ചത്. ഇവയൊക്കെ 0.5% മുതൽ 1%-ലേറെ നഷ്ടം നേരിടുകയുണ്ടായി. മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പിലും 0.3% ഇടിവ് കാണുവാനായിട്ട് സാധിച്ചു. ഇന്നും നമ്മുടെ മാർക്കറ്റ് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിക്കുവാൻ കാരണമായിട്ടുള്ളത് പ്രധാനമായും 3 കാരണങ്ങളാണ്. ഒന്നാമതായി തന്നെ ഇസ്രായേൽ ഇറാൻ കോൺഫ്ലിക്റ്റ് തന്നെയാണ്. രണ്ടാമതായി വീക്ക് ഗ്ലോബൽ ക്യൂസ് തന്നെയാണ്. ഏഷ്യൻ മാർക്കറ്റ്സിൽ പലതും ഇന്ന് നെഗറ്റീവിലായിരുന്നു വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായി. അതും നമ്മുടെ മാർക്കറ്റിന്റെ ഫോളിന് ഘടകമായി മാറിയിട്ടുണ്ട്. മൂന്നാമതായിട്ട് നമ്മൾ ഇന്ന് വെയിറ്റ് ചെയ്യുന്ന FOMC മീറ്റിംഗിന്റെ ഔട്ട്കം തന്നെയാണ് മാർക്കറ്റിനെ പിന്നോട്ട് വലിക്കാൻ ഒരു പരിധി വരെ കാരണമായത്. മാർക്കറ്റ് FOMC മീറ്റിംഗിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ അമേരിക്കയിൽ നിന്നുള്ള വിവരങ്ങൾ വരുന്നതനുസരിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രഷർ ഉണ്ടായിരുന്നു. FOMC മെമ്പേഴ്സിന്റെ താല്പര്യപ്രകാരം ഇൻട്രസ്റ്റ് റേറ്റ് അൺചേഞ്ച്ഡ് ആയിട്ട് നിർത്താനുള്ള തീരുമാനമായിരുന്നു. എന്നാൽ ട്രംപ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യണമെന്നൊരു പ്രഷർ അവർക്കെതിരെ നടത്തുകയുണ്ടായി. എന്നിരുന്നാലും ഇക്കണോമിസ്റ്റുകളുടെ അഭിപ്രായ പ്രകാരം വരുന്നത് FOMC മെമ്പർ പ്രസിഡന്റ് ട്രംപിനെ കൺവിൻസ് ചെയ്തെടുത്തു. അതായത് ഇപ്പോൾ നിലവിലെ മിഡിൽ ഈസ്റ്റ് ടെൻഷൻസും തുടർന്നുണ്ടായ ക്രൂഡ് ഓയിൽ പ്രൈസസിനുണ്ടായ വർധനവുകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇനി ഒരു കട്ട് പെട്ടെന്ന് ഉടനടി ഉണ്ടായാൽ വരാവുന്ന ഇൻഫ്ലേഷൻ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി എന്നാണുള്ള വാർത്തകളാണ് ഇപ്പോൾ മാർക്കറ്റിൽ നിന്നും ലഭിക്കുന്നത്. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഡോ ജോൺസ് ഫ്യൂച്ചർ സ്ലൈറ്റ്ലി പോസിറ്റീവ് ആണ്. യൂറോപ്യൻ മാർക്കറ്റ്സ് ആയ FTSEയും CSEയും സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ട് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നു. ക്രൂഡ് ഓയിലിലും ബ്രന്റ് ക്രൂഡിലും ഗോൾഡിലൊക്കെ നേരിയ ഇടിവ് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. ഇനി നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഒക്കെ ടെക്നിക്കലൊക്കെ നമുക്ക് നാളത്തെ രാവിലത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ ഡിസ്കസ് ചെയ്യാം. ഇന്ന് രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുകയുണ്ടായി, സെബിയുടെ പുതിയ തീരുമാനങ്ങൾ പ്രകാരം നിഫ്റ്റിയുടെ എക്സ്പയറി ചൊവ്വാഴ്ചത്തേക്കും, അതായത് വീക്ക്ലിയും മന്ത്ലി എക്സ്പയറീസും, അതുപോലെ തന്നെ സെൻസെക്സിന്റെ വീക്ക്ലി മന്ത്ലി എക്സ്പയറീസും വ്യാഴാഴ്ചത്തേക്ക് മാറ്റുകയാണെന്ന്. ഇതിനെ എങ്ങനെയാണ് മാർക്കറ്റ് നോക്കി കാണുന്നതെന്ന് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കണ്ടു തന്നെ അറിയണം. സെബിയുടെ പുതിയ നിയമങ്ങൾ അനുസരിച്ച് ഇപ്പോൾ ഏകദേശം 3 മാസത്തിലേറെയായി വീക്ക്ലി എക്സ്പയറി ഉള്ളത് നിഫ്റ്റിക്കും സെൻസെക്സിനുമാണ്. അതായത് NSEയുടെ ഭാഗത്ത് നിന്ന് നിഫ്റ്റി 50ക്കും BSEയുടെ ഭാഗത്ത് നിന്ന് സെൻസെക്സിനും. അപ്പോൾ ഏറ്റവും കൂടുതൽ വോളിയം ഇതുവരെ ഉണ്ടായിരുന്നത് നിഫ്റ്റിയിലായിരുന്നു. അതുപോലെ തന്നെ ഓപ്ഷൻ ബയേഴ്സിന്റെ സൈഡിൽ നോക്കുവാണെങ്കിൽ നിഫ്റ്റിയുടെ എക്സ്പയറി ചേഞ്ച് ചെയ്തത് അവർക്കത് പോസിറ്റീവാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും നാളും പുതിയ കോൺട്രാക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് എക്സ്പയറി വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച അവർ ഓപ്ഷൻ ബൈ ചെയ്ത് കഴിഞ്ഞാൽ ടൈം ഡീക്കെ കാരണം പ്രീമിയംസ് മെൽറ്റ് ആകുന്ന ഒരു പ്രശ്നം ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ചുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നിഫ്റ്റിയുടെ എക്സ്പയറി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റുന്നത് മൂലം അവർക്ക് ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച ട്രേഡിൽ എൻ്റർ ആകാം. വീക്കിലി ട്രേഡ് ചെയ്യുന്നവർക്ക് ചൊവ്വ
ബുധൻ, വ്യാഴം, വെള്ളി 3 ദിവസം ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാം. എന്നിട്ട് വെള്ളിയാഴ്ച വേണമെങ്കിൽ അവർക്ക് എക്സിറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ പ്രീമിയം ഡികെ എന്ന ഒരു പ്രശ്നത്തിന് ഒരു പരിധി വരെ അവർ ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ച് സമാധാനം ഉണ്ടാകും. എന്നാൽ ഓപ്ഷൻ സെല്ലേഴ്സിന്റെ ഭാഗത്ത് നോക്കുമ്പോഴോ, പ്രത്യേകിച്ച് പ്രൊഫഷണൽ ട്രേഡേഴ്സ് ഒക്കെ തിങ്കളാഴ്ചയായിരുന്നു എൻറ്റർ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം തിങ്കളാഴ്ച ട്രേഡിൽ എൻറ്റർ ആയാലും ഒരു ഡീസന്റ് പ്രീമിയം അവർക്ക് കളക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുമായിരുന്നു. പക്ഷേ നിഫ്റ്റിയുടെ എക്സ്പയറി ചൊവ്വാഴ്ചത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ എന്ത് സംഭവിച്ചു? തിങ്കളാഴ്ച ഓപ്പൺ ആകുമ്പോൾ തന്നെ പ്രീമിയംസ് ഒക്കെ അട്രാക്റ്റീവ് അല്ലാതായിട്ട് മാറും. 2 ദിവസത്തെ അവധിക്ക് ശേഷം ഓപ്പൺ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രീമിയം ഡികെ ഉണ്ടാകും. അപ്പോൾ ഓപ്ഷൻ റൈറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ ചേഞ്ച് ചെയ്തത് അഭികാമമായിട്ട് മാറാൻ സാധ്യത വളരെ കുറവാണ്. ഇനി നമ്മൾ കണ്ടു തന്നെ അറിയണം, ഇത് സെൻസെക്സിന് ഗുണം ചെയ്യാനാണ് കൂടുതലേറെ സാധ്യത അനലിസ്റ്റുകളുടെ അഭിപ്രായ പ്രകാരം. കാരണം സെൻസെക്സിന് പഴയ നിഫ്റ്റിയുടെ അവസ്ഥ വരും. തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ഒരു സമയം കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഓപ്ഷൻ ബയേഴ്സിനും ഓപ്ഷൻ റൈറ്റേഴ്സിനും ഗുണകരമായിരിക്കും. അപ്പോൾ ഈ വരുന്ന മാറ്റങ്ങളൊക്കെ പെട്ടെന്ന് മാർക്കറ്റ് ആക്സെപ്റ്റ് ആവും. അതായത് ഈ പുതിയ നിയമം വന്നു കഴിയുമ്പോൾ 1-2 ആഴ്ചക്കുള്ളിൽ തന്നെ ട്രേഡേഴ്സിനും ഈ കാര്യങ്ങളൊക്കെ ഡൈജസ്റ്റ് ആവും, അല്ലെ അഡ്ജസ്റ്റഡ് ആവും, അല്ലെ യൂസ്ഡ് ആവും. അപ്പോൾ മാർക്കറ്റിൽ നമുക്ക് പുതിയ പുതിയ നിയമങ്ങൾ വരുമ്പോൾ അതനുസരിച്ച് നമ്മൾ ഫ്ലെക്സിബിൾ ആയിട്ട് ട്രേഡ് ചെയ്യുവാനും നമ്മൾ പഠിക്കേണ്ടതായിട്ട് ഇരിക്കുന്നു. മാർക്കറ്റിൽ വരുന്ന മാറ്റങ്ങൾക്കും നിയമത്തിൽ വരുന്ന മാറ്റങ്ങൾക്കും അനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടേ ഇരിക്കുക. എങ്കിൽ മാത്രമേ ഒരു ട്രേഡറിന് മുന്നോട്ട് പോകാനാകൂ. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകളിലേക്ക് കടക്കാം. വേദാന്ത 7 രൂപ ഡിവിഡൻഡ് പെർ ഷെയർ കമ്പനി പ്രഖ്യാപിക്കുകയുണ്ടായി. ജൂൺ 24, 2025 ആണ് റെക്കോർഡ് ഡേറ്റ് ആയിട്ട് കണക്കാക്കുന്നത്, അതായത് വരുന്ന ചൊവ്വാഴ്ച. സ്വിഗ്ഗി IIFL സ്റ്റോക്കിന് ഒരു ബൈ കോൾ കവറേജ് നൽകുകയുണ്ടായി. അവരുടെ അഭിപ്രായ പ്രകാരം 50% സ്റ്റോക്കില് ഒരു 50% റാലി കാണാൻ സാധ്യതയുണ്ടെന്നാണ്. DLF 11,000 കോടി രൂപ വില വരുന്ന ഒരു പ്രൊജക്ട് ഗുരുഗ്രാമില് ലോഞ്ച് ചെയ്ത് ഒരാഴ്ച കൊണ്ട് കമ്പനി വിറ്റഴിക്കുകയുണ്ടായി. ലക്ഷറീസ് പ്രൊജക്ട് ആയിരുന്നു. ടോട്ടൽ 1164 യൂണിറ്റ്സ് ഉണ്ടായിരുന്നു. അതിൽ 1152 4 BHK അപ്പാർട്ട്മെന്റ്സും 12 പെന്റ് ഹൗസുകളുമായിരുന്നു. BSE മോട്ടിലാൽ ഒസ്വാള് സ്റ്റോക്കിനെ ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ന്യൂട്രൽ എന്ന റേറ്റിംഗ് ആണ് നൽകുകയുണ്ടായി. ടാർഗറ്റ് പ്രൈസ് 2300 ചുരുക്കിയിട്ടുണ്ട്. ഓല ഇലക്ട്രിക് നമുക്കറിയാം, കമ്പനിക്ക് ഓൺലൈൻ ടാക്സി ബുക്കിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്. അതില് അവര് 0 കമ്മീഷൻ മോഡൽ രാജ്യത്തൊട്ടാകെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഹിന്ദുസ്ഥാൻ സിങ്ക് ഷെയർ ഇന്ന് 7% ഇടിവ് ഇൻട്രാഡേ ബേസിസിൽ രേഖപ്പെടുത്തുകയുണ്ടായി. കാരണം വേദാന്ത 1.7% വരുന്ന സ്റ്റേക്കുകൾ കമ്പനിയിൽ നിന്ന് വിറ്റൊഴിയുന്നു. ഏകദേശം 3,323 കോടി രൂപ മൂല്യം വരുന്നത്. രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ നമ്മൾ മെൻഷൻ ചെയ്യുകയുണ്ടായി ഈ ന്യൂസ്. ഇൻഡസ് ഇൻ ബാങ്ക് നൗമ എന്ന റേറ്റിംഗ് ഏജൻസി സ്റ്റോക്കിനെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. 25% അപ്സൈഡ് പൊട്ടൻഷ്യലാണ് സ്റ്റോക്കിൽ കാണുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഈ ചാനൽ നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.